ഇന്ന് നമുക്ക് ഏവരും പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു സോംബി പടത്തിന്റെ കഥ കേട്ട് മനസ്സിലാക്കാം. 2026 റിലീസായ സൗത്ത് കൊറിയൻ സോംബി മൂവി കോളനി. വന്ന് സോംബി പടം എന്ന് പറയുമ്പോൾ തന്നെ കാണാനൊരു താല്പര്യമില്ലാത്ത അവസ്ഥയിൽ എത്തിച്ചിട്ടുണ്ട്. ഒന്നും രണ്ടും അല്ലല്ലോ, 10-20ഓളം പടങ്ങളല്ലേ ഇവന്മാർ ഇതേ നിശയിൽ ചെയ്തിറക്കിയത്. പിഴിഞ്ഞ് ചാറൂറ്റി കെട്ടുകണക്കിന് പടങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലും അതിൽ വിരലിലെണ്ണാവുന്ന പടങ്ങൾ മാത്രമേ അടിപൊളി വമ്പൻ സെറ്റപ്പ് എന്നൊക്കെ പറയാൻ തോന്നിയിട്ടുള്ളൂ. അങ്ങനെ ഒരു പടമാണിത്. പതിവ് സിനിമകളിലെ സോംബികളുടെ കൂട്ടി എന്ത് കണ്ടാലും പിടിക്കണം കടിക്കണം എന്ന മട്ടി നടക്കുന്ന ബുദ്ധിയില്ലാത്ത സോംബീസ് അല്ല. യുവമാർക്ക് കുറച്ച് ബോധമുണ്ട്. പല കാര്യങ്ങളിലും മനുഷ്യനേക്കാളും ബെറ്റർ ആണ്. എന്ത് ചെയ്യണം എങ്ങനെ ചെയ്യണം എന്നുള്ള കാര്യത്തിൽ ക്ലാരിറ്റി ഉണ്ട്. ഇവരെ നേരിടാൻ ഒട്ടും പ്രിപ്പയർ അല്ലാത്ത മനുഷ്യരും കൊടുത്തുന്നതോടെ കഥ അങ്ങ് ഇൻട്രസ്റ്റിംഗ് ആവും. സർവൈവ് ചെയ്യണം, എന്നാൽ ഇവരെല്ലാം തടഞ്ഞു നിർത്തുകയും വേണം. ചെയിൻസ് ബയോ എന്നൊരു ബയോടെക് കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തി എമർജൻസി നമ്പറിൽ കോൺടാക്ട് ചെയ്യുന്നത് കാണിച്ചാണ് കഥ തുടങ്ങുന്നത്. ഇന്നേ ദിവസം നഗരത്തിലെ വലിയൊരു ബിൽഡിങ്ങിൽ ഡൂംവൂരി ബിൽഡിങ്ങിൽ ഇവനൊരു എക്സ്പെരിമെന്റ് നടത്താൻ പ്ലാൻ ചെയ്യുന്നു. ഞാൻ ഉദ്ദേശിക്കുന്നത് വെറും ഒരു എക്സ്പെരിമെന്റ് അല്ല, ടെററിസം, ഒരു ബയോ ടെറർ അറ്റാക്ക്. എന്റെ സ്വന്തം ശരീരത്തിൽ ഞാൻ പാത്തജം കുത്തിവെച്ചിട്ടുണ്ട്. ഈ ഒരു ഔട്ട് ബ്രേക്കിനെ തടഞ്ഞു നിർത്താനുള്ള വാക്സിൻ ഞാൻ മാത്രമാണ്. വിളിച്ചവൻ കരുതിക്കൂട്ടി തന്നെയാണെന്ന് മനസ്സിലാവുന്നുണ്ടല്ലോ. ഇന്നേ ദിവസം തന്നെ ഈ പറഞ്ഞ ചെയിൻസ് ബയോ കമ്പനി ഒരു കോൺഫറൻസ് വിളിച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മുടെ കഥാനായികയ്ക്കും ഇൻവിറ്റേഷൻ ഉണ്ട്. പുള്ളിക്കാരുടെ എക്സ് ഹസ്ബൻഡ് ഇവിടെയാണ് വർക്ക് ചെയ്യുന്നത്. അടിച്ചു പിരിഞ്ഞ് ഡിവോഴ്സ് ആയെങ്കിലും ഇപ്പോഴും നല്ല സുഹൃത്തുക്കളാണ്. കോൺഫറൻസ് അവിടെ തുടങ്ങിയെങ്കിലും ഇദ്ദേഹം ഇവളെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. ഇവള് ഒരു പ്രൊഫസറാണ്. ഈ കമ്പനിയിലല്ല വർക്ക് ചെയ്യുന്നതെന്നുണ്ടെങ്കിലും ഇവൾക്കൊരു പ്രത്യേക ഇൻവിറ്റേഷൻ കിട്ടിയിരുന്നു. കമ്പനിയുടെ തലപ്പത്തിരിക്കുന്ന ആരോ ആണ് അയച്ചത്. ഇപ്പൊ എന്താ സംഭവം, ഇവർ എന്ത് പ്രൊഡക്റ്റിനെ പറ്റിയാണ് സംസാരിക്കാൻ പോകുന്നത്, ഇതുമായിട്ട് ഡയറക്ട്ലി ഒരു ബന്ധവുമില്ലാതെ ഇവളെ എന്തിന് ഇൻവൈറ്റ് ചെയ്തു എന്നൊക്കെയുള്ള സംശയങ്ങളോടെ അവർ കോൺഫറൻസിൽ കയറി. സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ട് കാര്യങ്ങൾ പറയുക ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഹീറോയിന്റെ ഒരു രീതി. മറച്ചു വെക്കലൊന്നുമില്ല. അവരെന്ത് വിചാരിക്കും, ബന്ധം തകരുവോ, ഇങ്ങനെയുള്ള തോട്ടൊന്നുമില്ല. അതൊക്കെ തന്നെയാണ് ഇവർ അടിച്ചു പിരിഞ്ഞതിന്റെ കാരണമെന്നും ഇവരുടെ സംസാരത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. ഇപ്പൊ പോലും ഇക്കാര്യങ്ങളൊക്കെ സംസാരിച്ച് ഇവൾ ഇങ്ങനെ തന്നെ മുന്നോട്ട് പോയാൽ എങ്ങനെ ശരിയാവും, ഇവൾക്കധികം സുഹൃത്തുക്കളില്ല, എല്ലാവരെയും വെറുപ്പിക്കുന്ന ഒരുത്തിയാണ് എന്നൊക്കെ ഇവൻ പറയുമ്പോൾ, ആഹാ നിനക്ക് എന്റെ കാര്യത്തിൽ എന്താ ശ്രദ്ധ, ഇപ്പൊ ഇവിടെ എന്റെ കൂടെയാണെന്നുള്ള കാര്യം നിന്റെ ഇപ്പോഴത്തെ ഭാര്യയ്ക്ക് അറിയൂ. അതിനവനും ചില്ലായിട്ട് അറിയാം. അവള് നിന്റെ അത്ര പൊസസീവ് ഒന്നുമില്ല. കാര്യം പറഞ്ഞാൽ മനസ്സിലാവുന്ന ബോധമുള്ളവളെന്ന് തിരിച്ചടിക്കും. അതൊക്കെ പോട്ടെ, കോൺഫറൻസിൽ ശ്രദ്ധിക്കാം. ഇവിടെ കമ്പനി സിഇഒ പറയുന്നത് ഇവരുടെ കമ്പനി കളക്റ്റീവ് ഇന്റലിജൻസ് ഫോക്കസ് ചെയ്താണ് വർക്ക് ചെയ്യുന്നതെന്നാണ്. എന്ന് പറയുമ്പോൾ ഇതൊരു IT കമ്പനിയാണെന്ന് പലരും വിചാരിച്ചേക്കാം. അങ്ങനെയല്ല, ഇതൊരു ബയോ കമ്പനിയാണ്. കളക്റ്റീവ് ഇന്റലിജൻസ് എന്ന ഈ വാക്ക് ആദ്യമായി ഉപയോഗിക്കുന്നത് ഒരു എൻറ്റോമോളജിസ്റ്റായ വില്യൻ മോർട്ടൺ വീലറാണ്. അദ്ദേഹം ഉറുമ്പുകളെ പറ്റി പഠിച്ച് മനസ്സിലാക്കിയ ഒരു കാര്യം കളക്റ്റീവ് ഇന്റലിജൻസ് ആണ് അവർ സർവൈവ് ചെയ്യാനുള്ള കാരണം എന്നതാണ്. ഫെറമോണുകൾ ഉപയോഗിച്ച് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. ഫുഡ് കണ്ടെത്താനാണെങ്കിലും പാത്ത് തിരഞ്ഞെടുക്കാനാണെങ്കിലും അപകടങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനാണെങ്കിലും സർവൈവ് ചെയ്യാനാണെങ്കിലും ഒക്കെ ആൻസ് യൂസ് ചെയ്യുന്ന മെത്തേഡ് ഇതാണ്. ഇങ്ങനെയുള്ള ആൻ കോളനീസിനെ പഠിച്ച് അവരുടെ കളക്റ്റീവ് ഇന്റലിജൻസ് മനുഷ്യൻ ആർജിച്ചെടുക്കാൻ സാധിച്ചാൽ ഹ്യൂമാനിറ്റിയുടെ പുതിയൊരു വേർഷനെ നിർമ്മിച്ചെടുക്കാൻ നമുക്ക് സാധിക്കും എന്നാണ് സിഇഒ പറയുന്നത്. ഇതിന്റെ ആദ്യപടിയായി റാറ്റ് ടെസ്റ്റ് ചെയ്തു. സ്പൈൻ പ്രോബ്ലം ഉള്ള ഒരു എലിയിൽ ഇത് ടെസ്റ്റ് ചെയ്തപ്പോൾ മറ്റെലികളുടെ കൂട്ട് സാധാരണയായി നടക്കാൻ ആ എലിക്ക് സാധിച്ചു. കളക്റ്റീവ് ഇന്റലിജൻസിലൂടെ തനിക്കില്ലാത്ത കഴിവ് അല്ലെങ്കിൽ തന്റെ പോരായ്മ അത് പരിഹരിച്ചു. ഈ പരീക്ഷണങ്ങൾ ഇതേ സ്കെയിലിൽ മുന്നോട്ട് പോയാൽ വരുംകാലത്ത് മനുഷ്യർക്കും ഈ കഴിവ് ആർജിച്ചെടുക്കാൻ സാധിക്കും. പരസ്പരം വാ തുറന്ന് സംസാരിക്കാതെ തന്നെ മറ്റൊരാളുടെ മനസ്സിൽ എന്താണെന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കാൻ സാധിക്കും. മൈൻഡ് ത്രൂ ഒരു കമ്മ്യൂണിക്കേഷൻ സാധിക്കുമെന്ന് പറയാണ്. ഇക്കാര്യങ്ങളൊക്കെ സിഇഒ ഇങ്ങനെ പ്രസന്റ് ചെയ്യുമ്പോൾ കോൺഫറൻസ് ഹാളിന്റെ ഒരു സൈഡിലായിട്ട് ഒരു കണ്ണാടി വെച്ച പുള്ളിക്കാരൻ അങ്ങനെ നിൽക്കുന്നത് അദ്ദേഹം ശ്രദ്ധിക്കുന്നുണ്ട്. ഇതേ കണ്ണാടിക്കാരൻ തന്നെയാണ് ഈ എമർജൻസി നമ്പറിൽ കോൺടാക്ട് ചെയ്ത് ഇവൻ ഈ ബിൽഡിംഗിൽ ഒരു എക്സ്പെരിമെന്റ് കണ്ടക്ട് ചെയ്യാൻ പോകുന്നുണ്ട്. അതൊരു ബയോ ടെറർ അറ്റാക്ക് ആണ്. സ്വന്തം ശരീരത്ത് പാത്തജൻ കുത്തിവെച്ചിട്ടുണ്ടെന്നും ഈ ഒരു ഔട്ട് ബ്രേക്കിനെ തടഞ്ഞു നിർത്താനുള്ള വാക്സിൻ താൻ മാത്രമാണെന്നും പറഞ്ഞത്. ചുരുക്കി പറഞ്ഞാൽ ഇവിടെ പ്രശ്നം ഉണ്ടാക്കാൻ പോകുന്ന വില്ലൻ ഇവൻ തന്നെയാണ്. കമ്പനി സിഇഒ പോലും ഒരു നിമിഷം അവനെ കണ്ട് പേടിക്കുന്നുണ്ട്. കണ്ണാടിയും വെച്ച് ഒരുമാതിരി തുറച്ചു നോക്കി എന്തോ മനസ്സിലുറപ്പിച്ചുള്ളൊരു നിപ്പേ. മീറ്റിംഗ് കഴിഞ്ഞ് അദ്ദേഹം ഇറങ്ങി വരുമ്പോൾ നമ്മുടെ ഹീറോയിൻ പ്രൊഫസർ ക്വാണും പുള്ളിക്കാരുടെ എക്സ് ഹസ്ബൻഡ് നമ്മുടെ പ്രൊഫസർ ഹാനും ഇദ്ദേഹത്തെ മീറ്റ് ചെയ്യാൻ ചെല്ലും. പ്രൊഫസർ ക്വാണിനെ അദ്ദേഹത്തിന് പരിചയപ്പെടുത്തി ഇവൾക്കൊരു ഇൻവിറ്റേഷൻ കാർഡ് കിട്ടിയിരുന്നു, ഇതെന്താണ് അർത്ഥമാക്കുന്നതെന്ന് പറഞ്ഞ ആളെ കാണിക്കും. സാധാരണ ഒരു കോൺഫറൻസിന് കൊടുക്കുന്ന ഇൻവിറ്റേഷൻ കാർഡ് പോലെ ആയിരുന്നില്ല അത്. അതിൽ എഴുതിയിരിക്കുന്നത് കമ്മ്യൂണിക്കേഷൻസിലെ ഇംപെർഫെക്ഷൻസ് കാരണം ഉടലെടുക്കുന്ന പ്രശ്നങ്ങൾ, ദുരന്തങ്ങൾ എന്നൊരർത്ഥത്തിലാണ്. ഇവൾക്ക് മാത്രം എന്തിന് ഇങ്ങനെ ഒരു ഇൻവിറ്റേഷൻ അയച്ചു, അതും കമ്മ്യൂണിക്കേഷൻസ്, ഇംപെർഫെക്ഷൻസ്, ദുരന്തങ്ങൾ, ഇതൊന്നും അങ്ങോട്ട് കണക്ട് ആവുന്നല്ലോ, എന്താ ഇങ്ങനെയൊക്കെ എന്ന് ചോദിക്കാൻ ചെന്നതാണ്. സിഇഒ അതിന് ഉത്തരം പറഞ്ഞതിന് മുന്നേ തന്നെ ആൾക്ക് കൗണ്ടർ ടെററിസം ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് കോൾ വന്നു. ഇദ്ദേഹത്തിന്റെ കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന സോ യെങ് ചോൾ എന്ന വ്യക്തി അവരെ കോൺടാക്ട് ചെയ്തിരുന്നു എന്നങ്ങോട്ട് പറഞ്ഞ് നാവെടുക്കുന്നതിന് മുമ്പ് തന്നെ ഇദ്ദേഹം പെട്ടെന്ന് മാറിപ്പോയി. സംഭവം അവനൊരു പ്രശ്നക്കാരനാണെന്നും ഇന്ന് അവൻ കോൺഫറൻസിൽ വന്നു എന്നുള്ള കാര്യം ഇദ്ദേഹത്തിന് അറിയാലോ. ഇതേ ബിൽഡിംഗിൽ ഇന്ന് അവൻ ഒരു ബയോ ടെറർ അറ്റാക്ക് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നു എന്നൊക്കെ അവിടെ നിന്ന് അറിഞ്ഞപ്പോൾ ഇദ്ദേഹം ആകെ അങ്ങ് പാനിക് ആവുന്നുണ്ട്. ഇവർ ഈ പറയുന്ന ആ കണ്ണാടിക്കാരൻ അവൻ അത്ര നിസ്സാരക്കാരനല്ല. എന്തായിരിക്കും അവൻ ചെയ്യാൻ പോകുന്നതെന്നുള്ള സംശയത്തിൽ സിഇഒ അങ്ങനെ നിൽക്കുമ്പോൾ അവനായിട്ട് അങ്ങോട്ട് കയറി വന്നു. കോൺഫറൻസിൽ നല്ല കിഡിലൻ സ്പീച്ച് ആയിരുന്നല്ലോ. സെമി കണ്ടക്ടേഴ്സ് അല്ലേ, ഓർഗാനിക് സെമി കണ്ടക്ടേഴ്സിലൂടെ ഇൻഫോർമേഷൻ ട്രാൻസ്ഫർ ചെയ്യാം. നീ ഇന്ന് സിമ്പിളായിട്ട് അവിടെ പോയി പറഞ്ഞതിനൊക്കെ ഞാൻ എത്രമാത്രം കഷ്ടപ്പെട്ട് റിസർച്ച് ചെയ്തിട്ടുണ്ടെന്ന് അറിയോ നിനക്ക്? മൾട്ടിലാറ്ററൽ നെറ്റ്വർക്കിൽ ഒരു കോൺഷ്യസ്നെസ്, ഇതൊക്കെ
ഇതൊക്കെ നേരത്തെ പ്രാവർത്തികമായിരുന്നെങ്കിൽ നീ എന്നോട് ഈ ചതി കാണിക്കത്തില്ലായിരുന്നു. എന്റെ റിസർച്ച് തട്ടിയെടുത്ത് ആളാവാൻ നോക്കുന്നോടാ എന്നൊക്കെ പറഞ്ഞ് ഇവൻ സംസാരിക്കുമ്പോൾ നിന്റെ റിസർച്ചോ അത് നീ മാത്രം അങ്ങ് പറഞ്ഞാൽ മതിയോ? നീ ഉണ്ടാക്കിയെടുത്ത സാധനം എവിടെയും യൂസ് ചെയ്യാൻ പറ്റത്തില്ല. സൈക്കോത്തരം പറഞ്ഞുകൊണ്ട് വന്ന ഇടിയും എന്നൊക്കെ പറഞ്ഞ് റേസായി അവനെ പിടിച്ച് പുറകോട്ട് തള്ളുന്നൊക്കെ നമ്മുടെ ഹീറോയിൻ കാണുന്നുണ്ട്. നേരത്തെ ഇൻവിറ്റേഷനെ പറ്റി ചോദിച്ചപ്പോൾ കോൾ വന്നതുകൊണ്ട് CEO മാറിപ്പോയിരുന്നല്ലോ, അതേപ്പറ്റി ചോദിക്കാൻ പുറകെ വന്നതാണ്. ഇപ്പൊ ഇവന്മാര് തമ്മിലുള്ള പ്രശ്നമാണ് കാണുന്നത്. അവൾ അവിടെ നിൽക്കാതെ അങ്ങ് മാറിപ്പോയി. തന്റെ റിസർച്ച് മോഷ്ടിച്ചു എന്ന് പറഞ്ഞ് യങ് CEOയോട് ദേഷ്യപ്പെടുമ്പോൾ ഈ ഒരു പ്രൊജക്ട് ഇനിയും ഒരുപാട് മുന്നോട്ട് പോകാനുണ്ട്. വലിയ രീതിയിൽ സ്കെയിൽ ചെയ്ത് ഒത്തിരി എക്സ്പെരിമെന്റ്സിന് ശേഷം മാത്രമേ മനുഷ്യന് ഇത് ഉപയോഗിക്കാൻ സാധിക്കൂ. അല്ലാതെ ഈ യങ് പറയുന്ന പോലെ ഡയറക്റ്റ്ലി യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത് മറ്റെന്തെങ്കിലും പ്രശ്നത്തിന് കാരണമാകുമെന്നാണ് CEOയുടെ വാദം. എന്നാൽ ഇവൻ പറയുന്നത് മനുഷ്യന്റെ ചെറിയ ചെറിയ വികാരങ്ങൾ, അവന്റെ കമ്മ്യൂണിക്കേഷനിൽ പ്രശ്നമാകുന്ന വികാരങ്ങളൊക്കെ ഇത് കാരണം ഇല്ലാതാവും, ഒരു പുതിയ ഹ്യൂമാനിറ്റിയെ പെട്ടെന്ന് ഉണ്ടാക്കാൻ സാധിക്കുമെന്നൊക്കെ. ഇവനീ പറയുന്ന പോലെ ഒരു ബയോടെക് കമ്പനിയുടെ തലപ്പത്തിരിക്കുന്ന ആൾക്ക് തീരുമാനമെടുക്കാൻ പറ്റുമോ? പ്രോപ്പർ റിസർച്ചിനും എക്സ്പെരിമെന്റ്സിനും ഒക്കെ ശേഷം മാത്രമല്ലേ മുന്നോട്ട് പോകാൻ പറ്റൂ? ഇതൊക്കെ കാരണമാണ് ഇവർ തമ്മിൽ പ്രശ്നമായതും. ഇപ്പൊ ഈ യങ് എല്ലാം നശിപ്പിക്കാൻ കരുതി കൂട്ടി വന്നേക്കുവാണ്. തന്റെ റിസർച്ച് മോഷ്ടിച്ച, തന്റെ എക്സ്പെരിമെന്റ്സ് ഒക്കെ റിജക്ട് ചെയ്ത് CEOയിൽ തന്നെ അവൻ മെഡ് കുത്തിവെച്ചു. ആൾ ഇമ്മീഡിയറ്റ്ലി അത് വലിച്ചൂരി എങ്ങനെ പിടിച്ച് അടിച്ചൊതുക്കി ഒരു റൂമിലാക്കി ലോക്ക് ചെയ്തെങ്കിലും ഇതിനോടകം ഇദ്ദേഹത്തിൽ ഇഞ്ചക്ട് ചെയ്യപ്പെട്ട മരുന്ന് റിയാക്ട് ചെയ്ത് ആൾ വെളുത്ത നിറത്തിൽ ഛർദ്ദിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ എന്താ സംഭവിക്കാന്ന് ഗസ് ചെയ്യാലോ? നിമിഷ നേരം കൊണ്ട് ഇങ്ങനെ സോംബിയായി മാറി അതുവഴി നടന്നു പോയിക്കൊണ്ടിരുന്ന ആളുകളുടെ മേത്ത് ചാടി വീണ് അവരെയും കടിച്ച് അവരെയും കൺവേർട്ട് ചെയ്യുന്നു. ഏതാണ്ട് ആ ഒരു ടൈമിലേക്കും പോലീസ് ഇവിടെ എത്തുന്നുണ്ട്. ഏതാ സംഭവം എന്ന് അവർക്ക് അധികം അന്വേഷിക്കേണ്ടി വന്നില്ല. ചെന്ന് കയറിയതേ സോംബികളുടെ മുന്നിലാണ്. എല്ലാം കൂടെ ചാടി വന്ന് കടിച്ച് ബിൽഡിങ്ങിന്റെ ഒരു സൈഡ് മൊത്തത്തിൽ കെയോസ്. ഇതൊന്നും അറിയാതെ നമ്മുടെ ഹീറോയിനും എക്സ് ഹസ്ബൻഡും അവിടെ റെസ്റ്റോറൻറ്റിലിരുന്ന് ഫുഡ് കഴിക്കുകയാണ്. ഹാൻ്റെ ഫാമിലി, ആളുടെ ഇപ്പോഴത്തെ വൈഫും കുട്ടികളും ഒക്കെ കോൾ ചെയ്ത് ആളുടെ പാസ്പോർട്ടിന്റെ കാര്യങ്ങളും മറ്റുമൊക്കെ തിരക്കുന്നുണ്ട്. എന്താണെന്നാൽ ഹാനിന് US ഒരു ജോലി റെഡി ആയിട്ടുണ്ട്. ഫാമിലി ആയിട്ട് അങ്ങോട്ട് മാറുവാണ്. ശിഷ്ടകാലം ഇനി അവിടെ ആയിരിക്കും. ഇതൊക്കെ സംസാരിച്ച് ഫുഡും കഴിച്ച് ഇവരവിടെ നിന്ന് ഇറങ്ങിപ്പോയതും 3 കുട്ടികൾ റെസ്റ്റോറൻറ്റിലേക്ക് കയറി വന്നു. 3 ഒരു പെൺകുട്ടിയെ ഇവർ രണ്ടുപേരും ഫോഴ്സ് ചെയ്ത് പിടിച്ചുകൊണ്ടുവന്നിരിക്കുകയാണ്. ആ കൊച്ചിനെ ബുള്ളി ചെയ്ത് പേടിപ്പിച്ച് പിടിച്ചുകൊണ്ടുവന്ന് അവളുടെ ചെലവിൽ മെനുവിലുള്ള മൊത്തം ഫുഡ് ഓർഡർ ചെയ്യുന്നു. അതങ്ങനെ കുറയണം. റാങ്കിങ് ഒക്കെ എന്തോ മാസാണെന്ന് വിചാരിക്കുന്ന അത്ര ബോധമില്ലാത്ത 2 നിമിഷ നേരങ്ങൾക്കുള്ളിൽ കൺവേർട്ടായ സോംബികൾ ഇവിടെയും ഇരച്ചെത്തി. നമ്മുടെ ഹീറോയിനും ഹാനും ഒക്കെ ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു. ഇതിനിടെ വീൽ ചെയറിൽ വന്ന ഒരു പുള്ളിക്കാരി തീർച്ച് താഴെ വീഴുന്നുണ്ട്. അവരെ സഹായിക്കാൻ ആരുമില്ലെന്ന് മനസ്സിലാക്കിയ നമ്മുടെ ഹീറോയിൻ ഓടിച്ചെന്ന് അവരെ പിടിച്ചു പൊക്കുന്നു. സോംബികളോട് ഫൈറ്റ് ചെയ്ത് ഒരു വിധത്തിൽ കടി കൊള്ളാതെ അവളെയും പിടിച്ചു പൊക്കുമ്പോൾ ഒരു സെക്യൂരിറ്റിക്കാരൻ ഓടി വന്ന് ഇവരെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇവൻ ഈ കാല് വയ്യാത്ത ഈ വീൽ ചെയറിലിരിക്കുന്ന പുള്ളിക്കാരുടെ സഹോദരനാണ്. പെട്ടെന്ന് ഇങ്ങനെ സോംബീസ് എല്ലാം കൂടി ഇരച്ചിറങ്ങി വന്നപ്പോൾ ഇവരൊരുമാതിരി എങ്ങോട്ട് പോകും, എന്ത് ചെയ്യുമെന്നറിയാതെ ആകെ കൺഫ്യൂസ് ആയിപ്പോയി. ചുറ്റുപാട് നിൽക്കുന്ന മനുഷ്യനെ മാത്രമല്ല, മനുഷ്യന്റെ രൂപമുള്ള ഫ്ലെക്സ്, പോസ്റ്റേഴ്സ്, സൈൻ ബോർഡുകൾ പോലും ഇവർ ആക്രമിക്കുന്നുണ്ട്. സോംബികളാണല്ലോ, തിരിച്ചറിവില്ല. മനുഷ്യരൂപം കണ്ടാൽ അങ്ങോട്ട് ചാടി വീഴുവാണ്. അങ്ങനെ വീണ് കിട്ടിയ ഒരു ഡിസ്ട്രാക്ഷനിൽ നമ്മുടെ ഹീറോയിനും കൂടെയുള്ളവർക്കും മുകളിലുള്ള ഒരു ഷോപ്പിൽ കയറി വാതിൽ ലോക്ക് ചെയ്യാൻ സാധിച്ചു. അവളെ കൊണ്ട് പറ്റുന്ന പോലെയൊക്കെ മറ്റുള്ളവരെ അവൾ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇക്കാര്യം അന്വേഷിക്കാൻ വന്ന പോലീസുകാരനെ ആക്രമിക്കാൻ വന്ന സോംബിയെ തള്ളിയിട്ട് അദ്ദേഹത്തെയും രക്ഷപ്പെടുത്തി. നേരത്തെ ഇവർ ഫുഡ് കഴിക്കാൻ കയറിയ റെസ്റ്റോറൻറ്റും ഇവരിപ്പോൾ കയറിയിരിക്കുന്ന ഷോപ്പിന് നേരെ ഓപ്പോസിറ്റ് ആണ്. അവിടെയുള്ളവരും വാതിലൊക്കെ അടച്ച് എന്താ സംഭവിക്കുന്നതെന്നറിയാതെ അങ്ങനെ പേടിച്ചിരിക്കുന്നു. ഒരു കൊച്ചിനെ ബുള്ളി ചെയ്യുന്ന 2 വെകിളി പിള്ളേരുടെ കാര്യം പറഞ്ഞില്ലേ, രണ്ടും പേടിച്ച് കുറച്ച് അലറി കരഞ്ഞ് അവിടെ നിൽക്കുന്നുണ്ട്. ഇപ്പുറത്തെ ഷോപ്പിൽ കയറിയ നമ്മുടെ ഹീറോയിനൊക്കെ ലൈറ്റ്സ് ഓഫ് ചെയ്തതോടെ സോംബികൾക്ക് ഇവരെ കാണാൻ പറ്റാതായി. അതോടെ എല്ലാവരും കൂട്ടമായി റെസ്റ്റോറൻറ്റിന് നേരെ ചെന്ന് അവിടെ വാതിൽ ലോക്ക് ആയതുകൊണ്ട് അകത്ത് കയറാൻ പറ്റുന്നില്ല. കുറച്ച് സമയം കണ്ണാടിയിലൊക്കെ ഒന്ന് തട്ടി നിന്നിട്ട് പെട്ടെന്ന് ഈ സോംബികൾക്കെല്ലാം വല്ലാത്തൊരു റിയലൈസേഷൻ ഉണ്ടാവുകയാണ്. കൂട്ടത്തിൽ ഒരു സോംബിക്ക് തങ്ങളുടെ മുന്നിൽ തടസ്സമുണ്ട്, അകത്തേക്ക് പോകാൻ പറ്റത്തില്ല, ഡോർ അവിടെ ഉണ്ട് എന്ന് മനസ്സിലായതും പെട്ടെന്ന് ബാക്കിയുള്ള സോംബികളുമായിട്ട് അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്തു. നേരത്തെ കോൺഫറൻസിൽ വെച്ച് CEO പറഞ്ഞ കളക്റ്റീവ് ഇന്റലിജൻസ്, എല്ലാ സോംബികളും ഇത്തരത്തിൽ കളക്റ്റഡ് ആണ്. ഒരു സോംബി റിയലൈസ് ചെയ്യുന്ന കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലാവും. ഇപ്പോൾ തങ്ങളുടെ മുന്നിലെ തടസ്സം മാറ്റാനായി അവർ ആ ഒരു ഗ്ലാസ് ഡോർ അവരുടെ തല ഉപയോഗിച്ച് ഇടിച്ചിടിച്ച് പൊട്ടിക്കാൻ ശ്രമിക്കുവാണ്. ഉടനെ ഓപ്പോസിറ്റ് ഷോപ്പിലുള്ള നമ്മുടെ ഹീറോയിൻ ഇവിടുന്ന് അങ്ങോട്ട് ലൈറ്റ് അടിച്ച് കാണിച്ചിട്ട് അവളുടെ ഫോണിൽ അപ്പുറത്തെ കടയിലെ ലൈറ്റ് ഓഫ് ചെയ്യാൻ എഴുതി കാണിച്ചു. പേടിച്ചരണ്ട് നിൽക്കുന്ന ഈ ഒരു കൂട്ടം ആളുകളിൽ നിന്ന് ആ ബുള്ളി ചെയ്യപ്പെട്ട കുട്ടിയുണ്ടല്ലോ, അവൾ ഓടിച്ചെന്ന് ലൈറ്റ് ഓഫ് ചെയ്തു. ഒരല്പനേരം സോംബികൾ ശാന്തരായെങ്കിലും റെസ്റ്റോറൻറ്റിലെ സൈൻ ബോർഡിലെ പരസ്യത്തിൽ ഒരു മനുഷ്യന്റെ രൂപം തെളിഞ്ഞതും എല്ലാം കൂടെ വീണ്ടും അതിന് നേരെ ചാടി. ഇങ്ങനെയാണെങ്കിൽ റെസ്റ്റോറൻറ്റിലുള്ള എല്ലാവരും ആക്രമിക്കപ്പെടും. ഇത് തടയാൻ വേണ്ടി നമ്മുടെ ഹീറോയിനും പോലീസ്മാനും പിന്നെ ആ വീൽ ചെയറിലുള്ള പുള്ളിക്കാരിയും എല്ലാം കൂടെ ഇവർ നിൽക്കുന്ന ഷോപ്പിലുണ്ടായിരുന്ന കുറച്ച് കട്ടൗട്ടുകൾ, ആളുകളുടെ രൂപത്തിലുള്ള കട്ടൗട്ടുകൾ എടുത്ത് ആ പുള്ളിക്കാരുടെ വീൽ ചെയറിൽ സെറ്റ് ചെയ്ത് സോംബികൾക്ക് മുന്നിലൂടെ അങ്ങനെ ഉരുട്ടി വിടുന്നു. കട്ടൗട്ടിലെ മനുഷ്യരൂപങ്ങൾ കണ്ടതും സോംബികളെല്ലാം അതിനു പുറകെ പോയി. ഈ കിട്ടിയ ഗ്യാപ്പിൽ അപ്പുറത്തെ റെസ്റ്റോറൻറ്റിലുള്ള ആളുകളോടെല്ലാവരോടും ഇപ്പുറത്ത് ഇവരുള്ള ഷോപ്പിലേക്ക് വരാൻ പറയാണ്. ഒരു കൊച്ചിനെ ബുള്ളി ചെയ്യുന്ന പിള്ളേരുണ്ടല്ലോ, ബോയ് ഫ്രണ്ടും ഗേൾ ഫ്രണ്ടും, അവരൊഴിച്ച് ബാക്കിയുള്ളവരൊക്കെ ഓടിക്കേറി. ഇവറ്റോൾക്ക് 2 പേർക്കും ഭയങ്കര പേടി. പുറത്തിറങ്ങിയാൽ ഇപ്പൊ കടിച്ചു കൊല്ലോ എന്നുള്ള മട്ടിൽ പേടിച്ച് വിറച്ച് അനങ്ങി ഒരു വിധത്തിൽ വല്ലാണ്ടങ്ങ് പേടിച്ച് ആ പെണ്ണിനെ വിട്ടിട്ട് ഇവൻ ഓടി ഷോപ്പിനകത്ത് കയറി. സോംബികൾ വീൽ ചെയറിന് പുറകെ പോയേക്കുവാണ്. ഇപ്പൊ വേണേ സുഖമായിട്ട് അവൾ കൂടി ഇപ്പുറത്തെ ഷോപ്പിൽ വരാമായിരുന്നെങ്കിലും ധൈര്യമില്ലാത്ത കാരണം പുള്ളിക്കാരി റെസ്റ്റോറൻറ്റിനകത്ത് തന്നെ കയറുവാണ്. ബാക്കിയുള്ളവരൊക്കെ ഇപ്പുറത്ത് വന്നു. ഒരാൾ മാത്രം അപ്പുറത്ത് ട്രാപ്പായി കിടക്കുന്നു. സോംബികൾ തിരിച്ചെത്തുന്നതിന് മുമ്പ് അവളെ കൂടെ രക്ഷപ്പെടുത്താനായിട്ട് നമ്മുടെ ഹാൻ പുറത്തിറങ്ങുവാണ്. അവക്കാണെങ്കിൽ ഭയങ്കര പേടി. ഇയാൾ അവിടെ ചെന്ന്
വിളിച്ചിട്ട് പോലും പുള്ളിക്കാരി വരാൻ തയ്യാറാവുന്നില്ല. ഒരു വിധത്തിൽ അവളെ പറഞ്ഞ് മനസ്സിലാക്കി പുറത്തിറക്കിയപ്പോഴേക്കും അലഞ്ഞു തിരിഞ്ഞ് നടന്ന ഒരു സോംബി ഇവർക്കിടയിൽ ചാടി വീണു. അത് അവളെ ആക്രമിക്കാൻ ശ്രമിച്ചപ്പോൾ ഹാൻ കൈ കിട്ടിയ സാധനങ്ങളെല്ലാം എടുത്ത് വലിച്ചെറിഞ്ഞ് സോംബിയുടെ ശ്രദ്ധ ആകർഷിച്ച് അവിടുന്ന് ഓടി മാറി. അങ്ങനെ അവളെ സേഫാക്കി ഷോപ്പിനകത്ത് കയറ്റാൻ സാധിച്ചു. നമ്മുടെ ഹാൻ ആവട്ടെ നേരത്തെ ഇവർ ചെയ്ത ട്രിക്ക് കട്ടൗട്ട് വെച്ച് സോംബിയെ ഡിസ്ട്രാക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുകയാണ്. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ഈ ഒരു ടൈം ആയപ്പോഴേക്കും നേരത്തെ ആ വീൽ ചെയറിൽ സെറ്റ് ചെയ്ത കട്ടൗട്ടിന് പുറകെ പോയ സോംബികൾ അവർ ആക്രമിക്കാൻ ശ്രമിക്കുന്നത് റിയൽ മനുഷ്യനെ അല്ല കട്ടൗട്ടാണ് എന്നുള്ള കാര്യം റിയലൈസ് ചെയ്തു. അതോടെ എല്ലാ സോംബികൾക്കും ഇത് മനസ്സിലായി. അവർ സ്വയം അപ്ഗ്രേഡായി. നമ്മുടെ ഹീറോയുടെ പ്ലാൻ ഏറ്റില്ലെന്ന് മാത്രമല്ല ഓൾറെഡി ഷോപ്പിനകത്ത് കയറിയ നമ്മുടെ ഹീറോയിൻ ഉൾപ്പെടെ ബാക്കിയുള്ളവരുടെ എല്ലാം മുന്നിലിട്ട് ഹാനിനെയും കടിച്ച് കൺവേർട്ട് ചെയ്യുവാണ്. സെയിം ടൈം ബിൽഡിങ്ങിന് പുറത്ത് പോലീസ് ചുറ്റി വളഞ്ഞിരിക്കുകയാണ്. ബിൽഡിംഗ് മൊത്തത്തിൽ സീൽ ചെയ്ത് ആർക്കും പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ്. ഒത്തിരി ജനങ്ങൾ തടിച്ചു കൂടിയിട്ടുമുണ്ട്. പലരുടെയും ബന്ധുക്കളും മറ്റും ഈ ബിൽഡിങ്ങിനകത്താണേ. തങ്ങളുടെ വേണ്ടപ്പെട്ടവർക്ക് എന്താണ് സംഭവിക്കുന്നത് എന്നറിയാതെ പുറത്തുള്ള ആളുകളൊക്കെ ആകെ പാനിക്കായി അവിടെയും ബഹളം. ഹാനിന്റെ വൈഫും കുട്ടികളും അവന്റെ ഫോണിലേക്ക് വിളിക്കുന്നുണ്ട്. നമ്മുടെ ഹീറോയിൻ കോൾ അറ്റൻഡ് ചെയ്തു. ഏറെ വിഷമത്തോടെയാണെങ്കിലും സംഭവിച്ച കാര്യങ്ങളൊക്കെ പറഞ്ഞു. കുറച്ചുപേരെ രക്ഷപ്പെടുത്താൻ ശ്രമിക്കുന്നതിനിടെ അവനും കൺവേർട്ടായെന്ന്. തീർത്തും നിസ്സഹായാണ്. സാഹചര്യം ഇങ്ങനെയൊക്കെയാണെന്നുള്ള തിരിച്ചറിവിൽ ഒന്നും മിണ്ടാതെ അവൾ അങ്ങനെ ഇരുന്നുപോയി. മീൻ ടൈം വീൽ ചെയറിൽ വന്ന കാല് വയ്യാതെ ആ പുള്ളിക്കാരുടെ ബ്രദർ ഇവിടുത്തെ സെക്യൂരിറ്റി നടക്കാൻ പറ്റാതെ ഇവളെ എടുത്തുകൊണ്ട് പോകാനായിട്ട് ഹൈക്കേഴ്സ് ഒക്കെ യൂസ് ചെയ്യുന്ന ഒരു സെറ്റപ്പ് ഒക്കെ റെഡിയാക്കുന്നുണ്ട്. ഇതിനുള്ളിൽ പെട്ടുപോയ പോലീസ്മാൻ ആവട്ടെ പുറത്തേക്ക് കോൺടാക്ട് ചെയ്ത് ഇവിടുത്തെ സാഹചര്യമൊക്കെ അങ്ങോട്ട് അറിയിക്കുന്നു. ഇപ്പോഴും ഇതിനകത്ത് കൺവേർട്ട് ആവാത്ത ഒരുപാട് ആളുകളുണ്ട്. കടി കിട്ടിയെങ്കിൽ മാത്രമേ കൺവേർട്ട് ആവത്തുള്ളൂ. ഇതിനുള്ളിൽ ഇങ്ങനെ കുടുങ്ങിക്കിടക്കുന്ന ഇവരെയൊക്കെ രക്ഷപ്പെടുത്താൻ എത്രയും വേഗം എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് ആവശ്യപ്പെടുന്നുണ്ട്. എന്നാൽ നിലവിലത്തെ സാഹചര്യത്തിൽ ഇതിനുള്ളിൽ ഒരു വൈറസ് അഫക്റ്റഡായി ആളുകളെല്ലാം കൺവേർട്ട് ആകുകയാണെന്നും ആരെങ്കിലും ഇതിൽ നിന്ന് പുറത്ത് കടന്നു കഴിഞ്ഞാൽ ജനങ്ങൾ മൊത്തം പുറത്തുള്ള ആളുകൾ കൂടി കൺവേർട്ട് ആകുമെന്നുള്ള ന്യൂസ് നെറേറ്റീവ് കാരണം റെസ്ക്യൂ ഓപ്പറേഷൻസ് ഒന്നും തന്നെ തുടങ്ങിയിട്ടില്ല. ഇപ്പോഴും അവരാകെ കൺഫ്യൂസ് ആണ്. ഇന്ന് ഈ ബിൽഡിങ്ങിൽ ഇത്ര വലിയൊരു പ്രശ്നം ഉണ്ടാകുമെന്ന് നേരത്തെ തന്നെ എമർജൻസി നമ്പറിൽ കോൺടാക്ട് ചെയ്ത് ഒരുത്തൻ പറഞ്ഞിരുന്നെന്നും അവൻ കാരണമാണ് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടായതെന്ന് പോലീസ്മാൻ വിവരിക്കുമ്പോൾ നമ്മുടെ ഹീറോയിൻ അവനെ കണ്ടിരുന്നെന്നും അതായത് സിഇഒയുടെ ഓഫീസിലേക്ക് അവൻ കയറി പോകുന്നത് കണ്ടിരുന്നു എന്ന് പറയാണ്. ഈ ഒരു ഔട്ട് ബ്രേക്കിനെ തടഞ്ഞു നിർത്താനുള്ള വാക്സിൻ അവന്റെ ശരീരത്തുണ്ട്. അവൻ സ്വന്തം ശരീരത്ത് അത് കുത്തിവെച്ചിരുന്നു എന്ന് ഇൻഫോം ചെയ്തിരുന്നല്ലോ. അവനാണ് വാക്സിൻ. എത്രയും വേഗം അവനെ കണ്ടെത്തുക എന്നതാണ് ഇവരിപ്പോൾ ചെയ്യേണ്ട കാര്യം. ലാസ്റ്റ് ആയിട്ട് നമ്മുടെ ഹീറോയിൻ അവനെ കണ്ടത് ചെയിൻസ് ബയോ സിഇഒയുടെ ഓഫീസിലാണല്ലോ. സോ അധികം സമയം കളയാതെ അങ്ങോട്ട് പോയി അവനെ കണ്ടെത്താമെന്ന് തീരുമാനിക്കുകയാണ്. എന്നാൽ അത് അത്ര എളുപ്പമല്ലല്ലോ. സോംബീസ് ആണ്, സ്വയം അപ്ഗ്രേഡ് ആവുന്ന സോംബീസ് ആണ്. ഓരോ നിമിഷവും അവർ ബെറ്റർ ആയിക്കൊണ്ടിരിക്കുകയാണ്. സോംബീസിനെ എല്ലാം ഡൈവേർട്ട് ചെയ്യാൻ സാധിച്ചെങ്കിൽ മാത്രമേ ഇവർക്ക് സേഫ് ആയിട്ട് സിഇഒയുടെ ഓഫീസിലെത്താൻ പറ്റുള്ളൂ. ഉറുമ്പുകൾ ഫെറോമോൺസ് ഉപയോഗിച്ച് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന പോലെയാണ് ഇവരും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് എന്തെങ്കിലും ഒരു ഫോൾസ് ഇൻഫർമേഷൻ കൊടുത്ത് അവരെ ഡൈവേർട്ട് ചെയ്യുകയാണ് വഴിയെന്ന് നമ്മുടെ ഹീറോയിൻ വിവരിക്കുന്നുണ്ട്. പലരും ആദ്യം ഇതങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറാവുന്നില്ല. ഉറുമ്പുകളെ പോലെയാണ്, ഫെറോമോൺസ് ആണ്, ഇതിനൊക്കെ എന്താ തെളിവ് എന്താണെന്നൊക്കെ ചോദിക്കുമ്പോൾ ആ കോൺഫറൻസിൽ പറഞ്ഞ കാര്യങ്ങളും നേരത്തെ ഇവരുടെ കൺമുന്നിൽ വെച്ച് സോംബീസ് അപ്ഗ്രേഡ് ആയ കാര്യങ്ങളൊക്കെ വിശദമായിട്ട് പറഞ്ഞു കൊടുക്കുകയാണ്. ഉറുമ്പുകളൊക്കെ കൂട്ടത്തോടെ ഒരേ നിരയിൽ മുന്നോട്ട് പോകാൻ കാരണം അവ ഇങ്ങനെ പോകുമ്പോൾ ഫെറോമോൺസ് പുറപ്പെടുവിക്കും. മറ്റു ഉറുമ്പുകൾ അതിങ്ങനെ ട്രാക്ക് ചെയ്ത് ഇങ്ങനെ പുറകെ വരും. എപ്പോഴെങ്കിലും ഇവരുടെ ഈ ട്രാക്കിങ്ങിന് കുഴപ്പം പറ്റി ഉറുമ്പുകൾ വട്ടത്തിൽ ചുറ്റാൻ തുടങ്ങിയാൽ അവയെല്ലാം ഒരു ലൂപ്പ് പോലെ ഇങ്ങനെ ചുറ്റിക്കൊണ്ടേയിരിക്കും. ലക്ഷ്യമില്ലാതെ ലൂപ്പ് പോലെ കറങ്ങി 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 അവയുടെ മരണം വരെ സ്വയം മരിച്ചു വീഴുന്നത് വരെ ഉറുമ്പുകൾ അങ്ങനെ കറങ്ങിക്കൊണ്ടേയിരിക്കും. അവിടെ ഉറുമ്പുകൾക്ക് സംഭവിക്കുന്ന പോലെ ഒരു ഫോൾസ് ഇൻഫോർമേഷനാണ് ഇവിടെ സോംബികൾക്കും കൊടുക്കേണ്ടത്. അങ്ങനെ ഒരു ഫോൾസ് ഇൻഫോർമേഷൻ ഉണ്ടെങ്കിൽ ഇവരെ എങ്ങോട്ടെങ്കിലും ഡൈവേർട്ട് ചെയ്യാൻ സാധിക്കും. അവർക്ക് കിട്ടിയ ഇൻഫോർമേഷൻ തെറ്റാണെന്ന് റിയലൈസ് ചെയ്ത് അവർ അപ്ഗ്രേഡ് ആവുന്ന സമയം കൊണ്ട് മുകളിൽ സിഇഒയുടെ റൂമിലെത്തണം. സ്വയം വാക്സിനായി മാറിയ ആ എങ്ങനെ കണ്ടുപിടിക്കണമെന്നാണ് നമ്മുടെ ഹീറോയിൻ പറയുന്നത്. പ്ലാനൊക്കെ ഓക്കെയാണ്, പക്ഷേ എങ്ങനെ ഇത് നടപ്പിലാക്കും, എങ്ങനെ അവരെ ഡൈവേർട്ട് ചെയ്യും? ഹീറോയിന്റെ ഉത്തരം മനുഷ്യന്റെ സ്മെല്ല് ഇതുവരെ അവർക്ക് മനസ്സിലായിട്ടില്ല. നമ്മൾ ആരെങ്കിലും ഒരാൾ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ പെർഫ്യൂം ഉപയോഗിച്ച് സോംബികളിൽ ആരുടെയെങ്കിലും അടുത്ത് പോയി അവർക്ക് ആ സ്മെല്ല് കൊടുക്കണം. മനുഷ്യന്റെ സ്മെല്ല് ഇതാണെന്ന് അവരെ ധരിപ്പിക്കണം. എന്നിട്ട് അതേ സ്മെല്ല് ഇവിടെയുള്ള ബൊമ്മകളിലും മറ്റുമൊക്കെ അടിച്ചു വെച്ച് ഇവരെല്ലാം ആ ഗ്യാപ്പിൽ ഇവിടുന്ന് രക്ഷപ്പെട്ടു പോകാമെന്നുള്ളതാണ് പ്ലാനൊക്കെ ഓക്കെയാണ്. എന്നാൽ ആദ്യം സോംബീസിനെ തെറ്റിദ്ധരിപ്പിക്കാനായിട്ട് ആര് പുറത്തു പോകുമെന്ന് ചോദിച്ചപ്പോൾ ഒരാൾ വില്ലിംഗ് ആയിട്ട് മുന്നോട്ട് വരുന്നുണ്ട്. എന്നാൽ വേറൊരുത്തിന് ഇവനെ തടഞ്ഞ് ഒന്ന് ചുമ്മാ മനുഷ്യ, കുറച്ച് ആരോഗ്യമുള്ള ഒരു പോട്ട്, ഡ പയ്യൻ നീ പോ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ കാല് വയ്യാത്ത ആ കുട്ടിയുടെ സഹോദരൻ ഇവിടുത്തെ സെക്യൂരിറ്റിയോട് പറയാണ്. നമ്മുടെ ഹീറോയിനും സ്വയം വില്ലിംഗ് ആണ് എന്ന് പറയുന്നുണ്ടെങ്കിലും ആദ്യം വില്ലിംഗ് ആണെന്ന് പറഞ്ഞ വ്യക്തി അയാളെ തടഞ്ഞവന്റെ കൈ പിടിച്ച് തിരിച്ച്, എടാ എന്നെ കൊണ്ട് പറ്റുന്നതുകൊണ്ടാണ് ഞാൻ ഈ പണി ചെയ്യാമെന്ന് പറഞ്ഞത്. നിന്നെ പോലെ പണിയെടുക്കാതിരിക്കുന്നവനല്ല, എന്റെ 20s കോമ്പറ്റീഷൻസിൽ ഗോൾഡ് മെഡൽ മേടിച്ചിട്ടുള്ളവനാ, ഞാൻ തന്നെ പൊക്കോളാം, നിങ്ങൾ റെഡി ആയിരിക്കും എന്ന് പറഞ്ഞ് ഒരു പെർട്ടിക്കുലർ ബ്രാൻഡിന്റെ പെർഫ്യൂമും എടുത്ത് ഇയാൾ പുറത്തിറങ്ങുവാണ്. ഈ പ്രായത്തിലും എന്നാ ഒരു ഇതാണെന്നറിയോ, ചാടി മറിഞ്ഞ് കറങ്ങി തിരിഞ്ഞ് സോംബീസിനെയൊക്കെ വെട്ടിച്ച് പ്ലാൻ പെർഫെക്റ്റ് ആയിട്ട് നടപ്പിലാക്കി. അങ്ങനെ സോംബീസിനെയൊക്കെ ഫേക്ക് ചെയ്ത് സോംബീസിനിടയിൽ കൂടെ തന്നെ നമ്മുടെ ഹീറോയിനും കൂടെയുള്ളവരും രക്ഷപ്പെട്ടു പോകുമ്പോൾ കൂട്ടത്തിൽ ഏറ്റവും പേടിയുള്ള വേറൊരു കൊച്ചിനെ ബുള്ളി ചെയ്യുന്ന അവളുണ്ടല്ലോ, കൈ കിട്ടിയ സ്വെറ്ററും മറ്റുമൊക്കെ കടി കിട്ടാതിരിക്കാനായിട്ട് വലിച്ചു കയറ്റിയിട്ട് കൂട്ടത്തിൽ 2 സോംബികളെ ഇടിച്ച് തറയിലിട്ട് അതിന്റെ കൂടെ അങ്ങ് വീണു. നല്ല രീതിയിൽ പ്ലാൻ ചെയ്ത് വന്നതാണ്. ഈ ഒറ്റയൊരുത്തിയുടെ മണ്ടത്തരം കാരണം എല്ലാവരും പണി മേടിക്കുന്ന അവസ്ഥ. ആ ഒരു വെപ്രാളത്തിൽ അധികം ഒന്നും ചിന്തിക്കാതെ നമ്മുടെ ഹീറോയിൻ ലൈറ്റർ എടുത്ത് ഫയർ സ്പ്രിംഗ്ലറിന്റെ അവിടെ ചൂടാക്കി. തുടർന്ന് വെള്ളം സ്പ്രിംഗിൾ ചെയ്യാൻ തുടങ്ങി. കുറച്ച് സമയത്തേക്ക് സോംബികളുടെ കമ്മ്യൂണിക്കേഷൻ ഒന്ന് സ്റ്റോപ്പ് ചെയ്യാൻ ഇത് കാരണമായി. മണ്ടത്തരം കാണിച്ച് എടുത്തടിച്ച് വീണ് പ്ലാൻ മൊത്തം കുളമാക്കി അവളെ രക്ഷപ്പെടുത്തുന്നത്
ഇത്രയും നാൾ അവൾ ഉപദ്രവിച്ച ആ കൊച്ചു തന്നെയാണ്. 4 സൈഡിൽ നിന്നുള്ള സോംബി അറ്റാക്കിൽ നിന്ന് രക്ഷപ്പെട്ടവരെല്ലാം കൂടി ഓടി ലിഫ്റ്റിൽ കയറി. സോംബികൾക്കിടയിൽ പെട്ടുപോയിരുന്നെങ്കിലും കാല് വയ്യാത്ത തന്റെ സഹോദരിയും ചുമന്നുകൊണ്ട് സെക്യൂരിറ്റി ഫൈറ്റ് ചെയ്തു. അവരെയൊക്കെ അടിച്ചു വീഴ്ത്തി ഒരു വിധത്തിൽ ഓടി ലിഫ്റ്റിനകത്ത് കയറി. അവിടുന്ന് കിട്ടിയതാൽ ഈ പ്രശ്നങ്ങൾക്കെല്ലാം കാരണമായ യങ്ങിന്റെ ഫോട്ടോ ഒക്കെ വെച്ച് ന്യൂസ് വരുന്നുണ്ട്. അവരിവന്റെ പാസ്റ്റ് ഹിസ്റ്ററി ഒക്കെ തേടിപ്പോയി യങ്ങിന്റെ അച്ഛനെ പറ്റിയുള്ള പഴയ ഒരു ഹിസ്റ്ററി പൊക്കിയെടുത്തുകൊണ്ട് വരുന്നുണ്ട്. അദ്ദേഹം യൂണിവേഴ്സിറ്റി പ്രൊഫസറായി ജോലി ചെയ്യുന്ന കാലത്ത് അവിടെ റിസർച്ചിന് വേണ്ടി അനുവദിച്ച ഫണ്ടിൽ എന്തോ തിരിമറി നടത്തി പിടിക്കപ്പെടുകയും അത് അക്കാലത്ത് വലിയ വാർത്തയാവുകയും അതേ തുടർന്ന് കുറച്ച് നാളുകൾക്കുള്ളിൽ തന്നെ അദ്ദേഹം ആത്മഹത്യ ചെയ്യുകയുമാണ് ഉണ്ടായത്. വർഷങ്ങൾക്ക് ശേഷം അയാളുടെ മകൻ ഇപ്പോൾ ഇവിടെ ഇത്ര വലിയൊരു വിപത്തുണ്ടാക്കി വിടുമ്പോൾ ഒരു പക്ഷേ ആ ഒരു സംഭവങ്ങളുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ന്യൂസ് ചാനൽസ് ഇക്കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യുന്നതും കേട്ടുകൊണ്ട് മരണപ്പെട്ട നമ്മുടെ ഹാനിന്റെ ഭാര്യ ഡങ് ഓർ ഡോങ് വാട്ടോർ ഇറ്റ് ഈസ് പുള്ളിക്കാരി മറ്റൊരു സ്പോട്ടിലേക്ക് ചെല്ലുന്നത് കാണാം. അവിടെയും പോലീസ് ഉൾപ്പെടെ സെക്യൂരിറ്റി ഫോഴ്സുകളെല്ലാം എത്തിയിട്ടുണ്ട്. അതൊരു ലാബ് പോലെ ഒരു സ്പേസ് ആയിട്ടാണ് ആദ്യ കാഴ്ചയിൽ മനസ്സിലാവുന്നത്. ഇവിടെ ബിൽഡിങ്ങിൽ കുറേ മെനക്കെട്ടെങ്കിലും സോംബികളോടൊക്കെ ഫൈറ്റ് ചെയ്യേണ്ടി വന്നാലും ഉദ്ദേശിച്ച കണക്ക് ഇവർക്ക് ബയോടെക് കമ്പനിയുടെ സിഇഒയുടെ റൂമിൽ കിടന്ന ഈ പ്രശ്നങ്ങൾക്കെല്ലാം കാരണമായി അവനെ കണ്ടുപിടിക്കാൻ പറ്റി. ഇവന് നമ്മുടെ ഹീറോയിനെ മുൻപരിചയമുണ്ട്. അതെങ്ങനെയാണെന്നൊന്നും പറയുന്നില്ല. ഇത്രയൊക്കെ ഒപ്പിച്ചിട്ട് യാതൊരു കൂസലും ഇല്ലാതെ അല്ല പ്രൊഫസർ കോൺ, നിന്റെ പ്ലാൻ ആയിരുന്നോ വെള്ളം ചിറ്റിച്ചത്? വെള്ളം പെട്ടെന്ന് വേപ്പറൈസ് ആവുമെന്നും അവർക്കത് കൂടുതൽ ഹെൽപ്ഫുൾ ആകത്തേ ഉള്ളെന്നും നീ ചിന്തിച്ചില്ല എന്ന അഹങ്കാരത്തോടെ ചോദിക്കുന്നുണ്ട്. ആ സമയത്തെ വെപ്രാളത്തിൽ ഇവൾക്കിതൊന്നും ചിന്തിക്കാൻ പറ്റിയില്ലല്ലോ. എത്രയും വേഗം രക്ഷപ്പെടുക ഒറ്റ ഉദ്ദേശം ഉണ്ടായിരുന്നുള്ളൂ. റെസ്ക്യൂ ടീം വരുമ്പോഴേക്കും ഇവനെയും കൂട്ടി എങ്ങനെയും രക്ഷപ്പെടാൻ തയ്യാറായി നിൽക്കുക എന്നുള്ള ഉദ്ദേശത്തിൽ ചെയ്തതാണ്. എന്നാൽ ഇവർ ഇതിനകത്ത് കാര്യമായിട്ട് കഷ്ടപ്പെടുന്നുണ്ടെങ്കിലും റെസ്ക്യൂ ടീം റൂഫിലേ വരത്തുള്ളൂ. അവിടേക്ക് പോകണമെന്നാണ് പോലീസ്മെൻ പറയുന്നത്. ഈ ബിൽഡിങ്ങിന്റെ ഗ്രൗണ്ട് ഫ്ലോർ മുതൽ ടോപ്പ് ഫ്ലോർ വരെയും സോംബീസ് ഉണ്ട്. അവരായിട്ട് താഴേക്ക് ഇറങ്ങി വരാൻ നിന്നാൽ അത് പല പ്രശ്നങ്ങൾക്കും കാരണമാകും. സോ ബെറ്റർ ഇവർ മുകളിലോട്ട് ചെല്ലുക. അവിടെ എത്തുന്നത് വരെ എത്ര പേർക്ക് സർവൈവ് ചെയ്ത് നിൽക്കാൻ പറ്റുന്നോ അവർക്കൊക്കെ രക്ഷപ്പെടാൻ പറ്റിയേക്കും. അങ്ങനെയെങ്കിൽ മുകളിലേക്ക് പോവാം. മുകളിലേക്ക് പോകുന്നതിന് ഏറ്റവും സേഫ് ആയിട്ടുള്ള വഴി ഏതാണെന്ന് സെക്യൂരിറ്റി ആയിട്ട് വർക്ക് ചെയ്യുന്ന ആ പുള്ളിക്കാരൻ പറഞ്ഞു കൊടുത്തു. അങ്ങനെ ഇവരെല്ലാം കാർഗോ ലിഫ്റ്റ് വഴി മുകളിലേക്ക് പോകുമ്പോൾ യങ് 9ാമത്തെ ഫ്ലോറിന്റെ ബട്ടൺ ക്ലിക്ക് ചെയ്തു. ലിഫ്റ്റ് തുറന്നു നിറയെ സോംബീസ്. ഇവർക്കൊന്ന് പ്രതികരിക്കാൻ പോലും സമയം കൊടുക്കാതെ 1-2 പേരെ കടിച്ചു വലിച്ച് പുറത്തിട്ടു. എങ്ങനെ സോംബീസ് തിരഞ്ഞു പിടിച്ച് ആക്രമിക്കുന്നൊന്നുമില്ല. എന്നാലും അവനായിട്ട് അങ്ങ് പുറത്തിറങ്ങി. സോംബികൾ പിടിച്ചവരെ രക്ഷപ്പെടുത്താൻ നിന്ന് കഴിഞ്ഞാൽ ഇവരുടെയും കൂടെ ജീവൻ അപകടത്തിലാവുമെന്ന് മനസ്സിലാക്കി പെട്ടെന്ന് ഇവർ ലിഫ്റ്റിന്റെ ഡോറും ക്ലോസ് ചെയ്തു. യങ്ങും രക്ഷപ്പെട്ടു. ഇവരുടെ കൂട്ടത്തിലുണ്ടായിരുന്ന കുറച്ച് ആളുകൾ കൺവേർട്ട് ആകുകയും ചെയ്തു. ബാക്കിയുള്ളവർ 30ാമത്തെ ഫ്ലോറിലെത്തി ലിഫ്റ്റ് തുറക്കുമ്പോൾ കുറച്ച് ദൂരെയായിട്ട് സോംബീസ് അവിടെ ഉണ്ട്. ഇവരെ കണ്ടപാടെ ഒരു സോംബി വേറൊരു സോംബിയുടെ മണ്ടയ്ക്ക് ഇങ്ങനെ കയറിയിരിക്കുന്നു. അതായത് നമ്മുടെ ഈ സെക്യൂരിറ്റി അവന്റെ പെങ്ങളെ ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുന്ന പോലെ ഒരുമാതിരി ഇവരെ കളിയാക്കുന്ന പോലത്തെ പോസ് വിട്ട് പതിയെ നടന്നു വരുന്നു. ഉടനെ ഇവർ ലിഫ്റ്റിന്റെ ഡോർ ക്ലോസ് ചെയ്തു. ഇവിടെയും സോംബികളായ സ്ഥിതിക്ക് ഇതുവഴി രക്ഷപ്പെടുമെന്ന് ഒരു ഐഡിയ ഇല്ല. അപ്പോഴാണ് സെക്യൂരിറ്റിയുടെ സഹോദരി സെക്യൂരിറ്റി റൂമിനെ പറ്റി പറയുന്നത്. അവിടെയാകുമ്പോൾ CCTV വിഷ്വൽസ് എല്ലാം ആക്സസ് ചെയ്യാൻ പറ്റും. സോംബികൾ എവിടെയൊക്കെ ഉണ്ടെന്ന് മനസ്സിലാക്കി അതിനനുസരിച്ച് ഇവർക്ക് പ്ലാൻ ചെയ്യാമല്ലോ. അവിടെ എത്തിപ്പെട്ടാൽ എങ്ങനെയും കണ്ടുപിടിക്കാൻ പറ്റും. കാര്യങ്ങളൊക്കെ കുറച്ചുകൂടി എളുപ്പമാവും. സോ എല്ലാവരും അങ്ങോട്ട് പോകുന്നു. അവിടുന്ന് കട്ട് ചെയ്താൽ നമ്മൾ നേരത്തെ കണ്ട ആ ലാബില്ലേ, അവിടെ എത്തിയ ഡങ് ഫോഴ്സിന്റെ കൂടെ അകത്ത് കയറി. യങ്ങിന്റെ റിസർച്ച് ലാബാണിത്. രഹസ്യമായി അവൻ എന്തൊക്കെയോ ഇവിടെ ചെയ്യുന്നുണ്ടായിരുന്നു. അകത്ത് കയറി ഇവർക്കൊക്കെ കാണാൻ സാധിക്കുന്നത് ഒരുപാട് കുരങ്ങന്മാരെ കണ്ണാടി കൂടുകൾക്കുള്ളിൽ പൂട്ടിയിട്ടിരിക്കുന്നതാണ്. ആദ്യ നോട്ടത്തിൽ കുരങ്ങുകളൊക്കെ ചത്ത് ചലിക്കാതെ നിൽക്കുകയാണെന്ന് കരുതിയെങ്കിലും അങ്ങനെയല്ല. ഇവയെല്ലാം സാധാരണ കുരങ്ങുകളും അല്ല, സോംബി കുരങ്ങുകളാണ്. എങ്ങനെയോ രക്ഷപ്പെട്ടിരുന്ന ഒരു കുരങ്ങ് ഇവർക്ക് നേരെ ചാടി ബഹളം ഉണ്ടാക്കുമ്പോൾ കൂടിനകത്ത് കിടന്ന ബാക്കി എല്ലാ കുരങ്ങുകളും കൂടെ ബഹളം ഉണ്ടാക്കി കൂട് പൊട്ടിച്ച് പുറത്ത് ചാടി. 100 കണക്കിന് കുരങ്ങുകളെ നേരിടാൻ പോലീസും സജ്ജമായിരുന്നില്ല. അവർ വെടിവെച്ച് 1-2 കുരങ്ങുകളെയൊക്കെ വീഴ്ത്താൻ പറ്റുന്നുണ്ടെങ്കിലും അവ കൂട്ടമായി ആക്രമിച്ചപ്പോൾ പോലീസിനും കാര്യമായിട്ടൊന്നും ചെയ്യാൻ പറ്റുന്നുണ്ടായില്ല. പ്രതിരോധിച്ച് നിൽക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിൽ അവരും പെട്ടുപോയിരുന്നു. ഒരു കുരങ്ങ് നമ്മുടെ ഡോങ്ങിന് നേരെ ചാടി വീണ് അവളുടെ ഹാസ്മാറ്റ് സ്യൂട്ടിന്റെ മാസ്ക് എല്ലാം വലിച്ചൂരി വീണ്ടും അവൾക്ക് നേരെ പായുമ്പോൾ കൃത്യസമയത്ത് ഒരു പോലീസുകാരൻ ഈ കുരങ്ങിനെ വെടിവെച്ച് വീഴ്ത്തും. ഉടനടി ഇത്രയും സമയം പ്രശ്നമുണ്ടാക്കിക്കൊണ്ടിരുന്ന മൊത്തം കുരങ്ങുകളും ഫ്രീസായി വീണു പോകുന്നുണ്ട്. ഇവരെല്ലാം അങ്ങ് സ്റ്റക്കായി. ഇതെന്താ സംഭവിച്ചേ? ഒരു കുരങ്ങിനെ വെടിവെച്ച് കൊന്നപ്പോഴേക്കും ബാക്കി എല്ലാ കുരങ്ങുകളും ഫ്രീസായി വീണു പോകുന്നു. ഡോങ് പതിയെ എണീറ്റ് യങ് ഇവിടെ ചെയ്തു വെച്ച റിസർച്ചുകളും മറ്റുമൊക്കെ ഇങ്ങനെ നോക്കി വരുമ്പോൾ അവിടുത്തെ ബോർഡിൽ ഓരോ കുരങ്ങിനെയും നമ്പറുകൾ കൊടുത്തിട്ടുണ്ട്. ഇതിൽ നമ്പർ 1 എന്ന കുരങ്ങും ബാക്കി എല്ലാ കുരങ്ങുമായിട്ടും കണക്റ്റഡ് ആയിരിക്കുന്നതായിട്ട് അവൻ അവിടെ സൂചിപ്പിച്ചിട്ടുണ്ട്. ഇവിടെ ഡോങ്ങിനെ അറ്റാക്ക് ചെയ്യാൻ വന്നതും വെടികൊണ്ട് വീണതും 1-ാം നമ്പർ കുരങ്ങാണ്. ആദ്യം കൺവേർട്ടായ ഇതിനെ വീഴ്ത്തിയതും ചുറ്റുമുള്ള എല്ലാം വീണു പോകുമായിരുന്നു. സോ ഈ ഒരു ഔട്ട് ബ്രേക്കിനെല്ലാം തടഞ്ഞു നിർത്താൻ വാക്സിൻ മാത്രമല്ല വഴി, ആദ്യം കൺവേർട്ടായ ആളെ തീർത്താൽ മതി. മനുഷ്യരുടെ കേസിൽ അത് ആ ബയോടെക് കമ്പനിയുടെ CEO ആണ്. അയാളെ ഇല്ലാതാക്കിയാൽ ഈ ഒരു വലിയ വിപത്ത് തടയാൻ സാധിക്കും. ഈ കാര്യങ്ങളൊന്നും അറിയാതെ ബിൽഡിങ്ങിലുള്ള നമ്മളെ ആളുകൾ ഒളിച്ചും പാത്തും സെക്യൂരിറ്റി റൂമിൽ എത്തുന്നുണ്ട്. ലിഫ്റ്റിൽ നിന്ന് അങ്ങോട്ട് പോകുന്ന യാത്രക്കിടെയും ആ ബുള്ളി ചെയ്യുന്ന പെണ്ണിന്റെ മണ്ടത്തരം കാരണം പിടിക്കപ്പെട്ടു എന്നുള്ള അവസ്ഥയൊക്കെ ഉണ്ടാവുന്നുണ്ടെങ്കിലും സംഹൗ ഇവർ ആ സിറ്റുവേഷനൊക്കെ മാനേജ് ചെയ്തു. ഇപ്പം നിലവിൽ മനുഷ്യനെക്കാളും ബെറ്ററാണ് സോംബികൾ. ഒരുമാതിരി കറങ്ങി തിരിഞ്ഞ് തലകുത്തനെ നിന്നൊക്കെ നോക്കുന്ന ഒരു സീനൊക്കെ ഉണ്ട്. ഇവിടെ ഈ CCTV വിഷ്വൽസിലൂടെ ഇവർക്ക് എങ്ങനെയും സ്പോട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. സോംബികളുടെ കാഴ്ചകൾ ഇവനും കാണാൻ പറ്റുന്നുണ്ടെന്നുള്ള സത്യം ഇപ്പോഴാണ് ഇവർ മനസ്സിലാക്കുന്നത്. യങ് കൺവേർട്ട് ആയിട്ടില്ലെങ്കിലും അവൻ എടുത്ത മെഡിസിൻ കാരണമാവണം സോംബികൾ കാണുന്ന കാഴ്ചകളൊക്കെ അവനും കാണാൻ പറ്റും. അവരുമായിട്ട് ഇവൻ ഒരു കണക്ഷൻ ഉണ്ട്. ഇപ്പതേ അവൻ ബയോടെക് കമ്പനിയുടെ CEO കൺവേർട്ടായ ആ പുള്ളിക്കാരൻ്റെ അടുത്താണ് ചെല്ലുന്നത്. ബ്രോ, നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ എനിക്കൊരു പുതിയ ഹ്യൂമാനിറ്റി ഉണ്ടാക്കാൻ പറ്റുമെന്ന്. ഞാനുണ്ടാക്കിയ ഈ മനുഷ്യരാശിക്ക് തുടക്കം കുറിച്ച
കടിച്ചത് നീയാണ്, നോക്കി നിൽക്കാതെ എന്നെ കൂടെ കടിക്ക്. പറഞ്ഞ പോലെ സിഇഒ ഇവനെയും കടിച്ചു. ഇവനും ഇൻഫെക്റ്റ് ആയി. ഇത്രയും നേരം മറ്റു പലരും ഇൻഫെക്റ്റ് ആയ പോലെ ആയിരുന്നില്ല ഇവിടെ അവസ്ഥ. ഇവൻ ഇൻഫെക്റ്റ് ആവുന്ന സമയം ഓൾറെഡി കൺവേർട്ട് ആയിട്ടുള്ള മൊത്തം ആളുകളും സ്റ്റക്കായി പോകുന്നുണ്ട്. അതായത് എന്തോ ഒരു പുതിയ ഇൻഫോർമേഷൻ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യുന്ന പോലെ മൊത്തത്തിൽ എല്ലാവരും ഒന്ന് അപ്ഗ്രേഡ് ആവുകയാണ്. ഇവരെല്ലാം സ്റ്റക്കായി നിൽക്കുന്ന ഈ ഒരു അവസരം യൂസ് ചെയ്യാൻ തീരുമാനിക്കുന്ന നമ്മുടെ പോലീസ്മെൻ ഒട്ടും സമയം കളയേണ്ട, നമുക്ക് പോയി ആ എങ്ങനെ പിടിച്ചുകൊണ്ട് വരണം, അവനാണ് വാക്സിൻ എന്ന് പറഞ്ഞ് പുറപ്പെടുവാണ്. സോംബീസ് ഇല്ലാത്ത വഴി ഇവർക്കെല്ലാം പറഞ്ഞു കൊടുക്കാനായിട്ട് സെക്യൂരിറ്റി ഗാർഡിന്റെ പെങ്ങൾ, കാല് വയ്യാത്ത ആ പുള്ളിക്കാരി ഇവിടെ റൂമിൽ തന്നെ ഇരിക്കുന്നു. ബാക്കിയുള്ളവരെല്ലാം ചെന്ന് എങ്ങനെ പൊക്കിയെടുക്കുമ്പോഴേക്കും സോംബീസ് എല്ലാം വീണ്ടും പഴയ പോലായി. ചുറ്റിനും കടിച്ചു കയറാൻ നിൽക്കുന്ന സോംബീസ്. ഇവരിപ്പോൾ പൊക്കിയെടുത്തുകൊണ്ട് നിൽക്കുന്ന ഈ എങ്ങും സോംബി. കൺവേർട്ട് ആവാത്ത ഒരാളൊഴികെ ബാക്കി മൊത്തം പേരും സോംബീസിന്റെ പിടിയിലാവുന്ന അവസ്ഥ.